നമസ്കാരം. അപ്പോൾ നമ്മളുടെ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കുറച്ച് പേര് കണ്ടു, കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി. അതിൽ സ്പ്ലിറ്റ് ചേഞ്ചസ് വന്ന ആൾക്കാർ ഞാൻ കണ്ടു, അവരെടുത്തൊരു തീരുമാനം എനിക്ക് മനസ്സിലായി. അപ്പോൾ അതാണ്, ആൾക്കാർക്ക് കാര്യം അറിയാത്തത് കൊണ്ടാണ് അവരൊരു തീരുമാനം പോലും മുന്നോട്ടെടുക്കാത്തത്, അല്ലേ? അപ്പോൾ ഇനി ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ചുകൂടെ തീക്ഷ്ണമായിട്ട് ഉള്ളിലോട്ട് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലോട്ട് തന്നെയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിനെ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആ ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ സാധാരണ കോമൺ സെൻസിന് അപ്പുറത്തേക്കൊരു ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കാരണം മനസ്സിലാക്കേണ്ടത്, ലോജിക്കൽ തിങ്കിങ്ങിന് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലെഫ്റ്റ് ബ്രെയിനാണ്. അപ്പം ലെഫ്റ്റ് ബ്രെയിൻ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. പല കാര്യത്തിനും നമ്മൾ പലപ്പോഴും പറയും പലതിനും ഉത്തരവും കിട്ടുന്നില്ല എന്ന്. പക്ഷെ എല്ലാത്തിനും ഉത്തരവുണ്ട്. പക്ഷെ ആ ഉത്തരത്തിലേക്കുള്ള യാത്ര പലരും ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും അതറിയാത്തത് കൊണ്ടും അജ്ഞരായതുകൊണ്ടുമാണ് അത് മനസ്സിലാകാത്തത്. അപ്പോൾ ഇതൊന്നും ആരുടെയും കുത്തകയൊന്നുമല്ല. ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവർ തന്നെ, ഇപ്പം നിങ്ങൾ അതിൽ ഭയങ്കരമായൊരു നീഡിൻ്റെ പുറത്ത് ഭയങ്കരമായിട്ട്, ഇപ്പം നിങ്ങൾക്ക് പണം അല്ലെങ്കിൽ വീട്, കാറ്, ഇങ്ങനെ അത് ഭയങ്കരമായിട്ടൊരു നീഡിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പക്ഷേ അവർക്ക് ചിലപ്പോൾ അതിനൊരു ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻ ആയിരിക്കാം പെട്ടെന്ന് വേണ്ടത്. അപ്പോൾ അത് നമ്മുടെ റെഗുലർ ക്ലാസ്സിനകത്ത് നമ്മൾ ഓൾറെഡി അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തരുന്നുണ്ട്. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ശാന്തമായിട്ട് കാര്യങ്ങളെയൊക്കെ അത്യാവശ്യം അവരുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് സേഫ് ആക്കി വെച്ച് നിങ്ങൾ വളരെ ശാന്തമായിട്ടിരുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണോ? അങ്ങനെയാണ്. ആ കാര്യം എന്താ അങ്ങനെ സംഭവിച്ചത്, ഈ കാര്യം എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഒരു തോന്നൽ വന്ന് എന്തോ എവിടെയോ ഇനിയുണ്ടല്ലോ എന്നൊരു തേടലുണ്ടല്ലോ. ഒരു തേടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് വാക്കാ തേടൽ. എന്തോ ഒരു ആഗ്രഹം. ആ ഒരു ആഗ്രഹത്തിലേക്ക് പോകുന്ന ആൾക്കാർക്കായിരിക്കും ഇനി ഞാൻ പറയുന്ന പല കാര്യങ്ങളും കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നതും മനസ്സിലാക്കുന്നതും. ക്ഷമയുള്ളവർക്ക്, കുറച്ചുകൂടെ ക്ഷമയോടുകൂടി കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നവർക്ക്, പെട്ടെന്ന് നിൽക്കുന്ന ആൾക്കാർക്ക്, മീൻസ് അവർക്കും ഒരു കാലഘട്ടത്തിൽ ഇത് ആവശ്യമായിട്ട് വരും. ഇപ്പം എന്താ പറയുക, അവരുടെ ശരീരത്തെ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് ആദ്യം ശരീരത്തെയും മനസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് അവർക്ക് തോന്നും ശരിയാണല്ലോ, ഞാനും അതിലേക്ക് പോകണമല്ലോ. അത് പറഞ്ഞാൽ ഞാൻ പറയുന്ന അൾട്ടിമേറ്റ് സ്പിരിച്വാലിറ്റി ഒന്നുമല്ല. ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്നുള്ള സെൻസിലാണ് നിൽക്കുന്നത്. ആഗ്രഹത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഈ ആഗ്രഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ അറിയാതെ പോകുന്നതുകൊണ്ടാണ് സന്തോഷം വരുന്നു പോകുന്നു, ഇതിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ നിങ്ങളത് മെയിൻറ്റെയിൻ, ഫസ്റ്റ് ഓഫ് ഓൾ ആ എന്താണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ നിങ്ങൾ വില കൊടുക്കാൻ തുടങ്ങും, നിങ്ങൾ അതിനെ മാനിക്കാൻ തുടങ്ങും, നിങ്ങൾ അതിനെ കുറച്ചുകൂടെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങും. ആ പ്രയോറിറ്റിക്ക് അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സദാ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പുതിയ കാര്യം ആഗ്രഹിച്ചാലും അതും കൂടെ ഉണ്ടാവും. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മ കൊണ്ടാണ് ഇതിങ്ങനെ വന്നും പോയി ഇരിക്കുന്നത്. ആ ലോജിക്ക് മനസ്സിലായില്ലേ? അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പഞ്ചഭൂതങ്ങളെ കുറിച്ചാണ്. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ പഞ്ചഭൂതങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ആംഗിളിൽ മാത്രമല്ല നമ്മുടെ ലൈഫിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി അത് മനുഷ്യ ശരീരത്തിനോ മനുഷ്യജീവനിൽ മാത്രമല്ല, ഈവൻ ഈ ബോട്ടിലിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്
നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ലോജിക്ക് ഈ പ്രകൃതി നടക്കുന്നുണ്ട്. ജീവനുള്ള വസ്തുവുണ്ട്, ജീവനില്ലാത്ത വസ്തുവുണ്ട്. അത് ഈ റിമോട്ടിനെ അടക്കം ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും നമുക്കറിയാം. ഇപ്പോൾ ഈ റിമോട്ട് തന്നെ ഒരു 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 പർട്ടിക്കുലർ മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകൾ വരും, ക്രിയേറ്റ് ആവാം, അല്ലേ? തന്നെ പൊട്ടിത്തെറിക്കാൻ. അപ്പോൾ തന്നെ റിമോട്ട് പൊട്ടിത്തെറിക്കാനുള്ള സിറ്റുവേഷൻ എന്തോ ഒരു കാര്യത്തിൻ്റെ ഡിസോർഡർ കൊണ്ടല്ലേ സംഭവിക്കുന്നത്? എന്ത് ഘടകങ്ങളായിരിക്കും അത് എന്ന് പറയുന്ന പോലെ ഓരോ കാര്യത്തിനും അതേപോലെ തന്നെ കാണൂ. മനുഷ്യ ശരീരത്തെ എന്തോ ഒരു കാര്യത്തിൽ ഏതോ ഒരു പാരാമീറ്ററിൽ വേരിയേഷൻ വരുമ്പോൾ ആ വേരിയേഷൻ്റെ ബാക്കി പത്രമായിട്ട് പല പ്രോബ്ലംസും ഉണ്ടാകുന്നു. അവിടെയാണ് നമ്മൾ ഓരോന്നിനെയും അറുത്ത് മുറിച്ച് വിശകലനം ചെയ്യാൻ പോകുന്നത്. ഈ ശരീരം നിർമ്മിക്കപ്പെട്ടേക്കുന്നതും ഈ പറയുന്ന 5 കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം അതിനെ അറിയാത്ത ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? അസുഖങ്ങളുണ്ടാവും. ഈ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം എന്നുള്ളത് മാത്രമല്ല. അസുഖം, പണമില്ലായ്മ ഒരു അസുഖമല്ലേ? ശാരീരിക ആരോഗ്യമില്ലായ്മ ഒരു അസുഖമല്ലേ? മാനസിക ആരോഗ്യമില്ലായ്മ ഒരു അസുഖമല്ലേ? നല്ല നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അസുഖമല്ലേ? ആ സുഖമില്ലാത്ത അവസ്ഥ അല്ലേ? അപ്പം സുഖമില്ലാത്ത അവസ്ഥയെ ലീഡ് ചെയ്യുന്ന കാരണമായ പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളെ എങ്ങനെ ഓരോരുത്തരും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് അറിയാതെ പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഈ ഒരുപാട് തരത്തിലുള്ള സ്കൾപ്ചേഴ്സ് കാണാറില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വഴിയരികിലൊക്കെ നമ്മൾ ഈ കൃഷ്ണൻ്റെയും രാധയുടെയും അല്ലെങ്കിൽ ജീസസിൻ്റെയും ഒക്കെ ഐഡിയലിൻ്റെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനെ ഒരു പർട്ടിക്കുലർ പാരാമീറ്ററിന് കൂടുതൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകാം. ചിലപ്പോൾ അതിൻ്റെ ഫോം മാറാം. അതല്ലെങ്കിൽ അത് ഏത് രീതിയിലാണോ നമ്മൾ അപ്പീലിംഗ് ആയിട്ട് നമ്മളത് വാങ്ങിയത്, ആ അപ്പീലിംഗ് ആയിട്ടുള്ള ഫോമിൽ നിന്ന് അത് മറ്റു ഫോമിലോട്ട് മാറാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് അതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നിർമ്മിച്ചോ ആ നിർമ്മിച്ചേക്കുന്ന വസ്തുതയുടെ പാരാമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് ക്ലിയർ ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സകല ദേവതാ സങ്കല്പങ്ങളും, അമ്പലങ്ങളായിക്കോട്ടെ, ആചാരങ്ങളായിക്കോട്ടെ, പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളായിക്കോട്ടെ, ആയുർവേദമായിക്കോട്ടെ, ഇതെല്ലാം ഈ 5 ഘടകങ്ങളെ മനസ്സിലാക്കി ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി നമ്മളിൽ അത് പാകമാകുമ്പോൾ തന്നെ നമുക്ക് പീസ് ഓഫ് മൈൻഡ് വരും. അതിലുള്ള വേരിയേഷൻസ് കൊണ്ടാണ് ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. എന്ത് കാര്യത്തിനും പെട്ടെന്ന് ഇൻസ്റ്റൻ്റാണ് ദേഷ്യം. അതായത് ദേഷ്യം ഉണ്ടാവണ്ട എന്നല്ല പറയുന്നത്. അതിനൊരു കാരണം വേണം. നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാൻ ഒരു റീസൺ വേണം. അത് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു കാരണം കൊണ്ടൊരു വാശിയാകാം. പക്ഷെ ഏതിനും നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾ സ്പ്ലിറ്റ് സെക്കൻഡിൽ നിങ്ങൾ എന്തിനോട് അക്ഷമരായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ അൺഹീൽഡ് പ്രോസസ്സിൻ്റെ ബാക്കി പത്രമാണ് സംഭവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ?